മന്ത്രിമാരാകുന്നതിനേക്കാൾ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടവരെക്കുറിച്ച് ചർച്ചയുണ്ടാവുക സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ. ഇക്കുറി കോൺഗ്രസിൽ മാത്രമല്ല UDFിലെ മറ്റ് ഘടകകക്ഷികളിലും മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടവരെക്കുറിച്ചുള്ള ചർച്ചകളുണ്ട്. UDFിൻ്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയും കേഡർ പാർട്ടിയുമായി മുസ്ലിം ലീഗിൽ പോലും തർക്കമുണ്ട്. മഞ്ചേശ്വരത്തു നിന്നും സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന AKM അഷ്റഫിനെ എന്തുകൊണ്ട് മന്ത്രിയാക്കിയില്ല എന്ന ചോദ്യം പലരും ഉയർത്തുന്നു. ഗഫൂർ എന്ന കളമശ്ശേരിക്കാരൻ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്നു. അടുത്ത തവണ P. രാജീവിന് ജയിക്കാൻ കളമൊരുക്കാൻ വേണ്ടി ആരോ കരുതിക്കുട്ടി ചെയ്ത പണിയാണ് ഗഫൂറിൻ്റെ മന്ത്രിസ്ഥാനം എന്നാണ് പറയുന്നത്. PK ബഷീറിൻ്റെ പേര് വെട്ടിയിരുന്നത്രേ, ഒടുവിലാണ് തിരികെ കയറ്റുന്നത്. പാറക്കൽ അബ്ദുള്ളയെപ്പോലുള്ളവരും മന്ത്രിസ്ഥാനത്ത് പരിഗണിക്കപ്പെട്ടില്ല. അപ്പോഴാണ് ആദ്യമായി ജയിക്കുന്ന ഗഫൂറിനെ ചില ഇടപെടലുകളെ തുടർന്ന് മന്ത്രിയാക്കിയത്. ഇതുപോലെ തന്നെയാണ് കേരള കോൺഗ്രസിൻ്റെ അവസ്ഥയും. കേരള കോൺഗ്രസ് ഉറപ്പായും 2 മന്ത്രിസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു. 1 MLA പോലും മന്ത്രിയാകുമ്പോൾ 7 MLA ഒരു മന്ത്രിയോ എന്ന ചോദ്യമാണ് ഉയർന്നു വന്നത്. മുതിർന്ന നേതാവ് എന്ന നിലയിൽ മോൻസ് ജോസഫിന് ആ മന്ത്രിസ്ഥാനം കൊടുത്തു. 2ാം മന്ത്രിസ്ഥാനം കിട്ടിയാൽ മാത്രമേ അപ്പു ജോസഫിന് മന്ത്രിയാകാൻ കഴിയൂ. പക്ഷേ കൊടുത്തത് ചീഫ് വിപ്പ് പദവിയാണ്. അവിടെയും തർക്കമുണ്ട്. താനാണ് ആ 2ാമത്തെ പദവി ഏറ്റെടുക്കേണ്ടത് എന്നാണ് ഇരിങ്ങാലക്കുട MLA തോമസ് ഉണ്ണിയാടിൻ്റെ വാദം. ഉണ്ണിയാടിൻ്റെ ചില ആരാധകർ ചെറിയ തോതിൽ പ്രശ്നമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ കോൺഗ്രസിൻ്റെ കാര്യം പറയേണ്ടതുണ്ടോ? 63 MLA നിന്ന് വേണം 11 മന്ത്രിമാരെ തിരഞ്ഞെടുക്കാൻ. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് മുഖ്യമന്ത്രിയെ കൂടാതെ 11 പേരെ കൂടി മന്ത്രിയാക്കാൻ പറ്റുന്നത്. ഇതിനു മുമ്പ് മുഖ്യമന്ത്രി അടക്കം 11 പേരായിരുന്നു മന്ത്രി പദവിയിൽ എത്തിയിരുന്നത്. ആ 11 പേരിൽ ഏതാണ്ട് 7 പേരുടെ കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടായിരുന്നില്ല. പിന്നെ 5 പേരെ തിരഞ്ഞെടുക്കാനായിരുന്നു കോൺഗ്രസ് പാർട്ടി അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിച്ചത്. ഇന്നലെ രാവിലെ 2:30 മണിക്കാണ് VD സതീശൻ മറ്റ് ചർച്ചകളെല്ലാം പൂർത്തിയാക്കി കണ്ടോൺമെൻറ് ഹൗസിലെത്തി കിടന്നുറങ്ങുന്നത്. അദ്ദേഹം എണീറ്റപ്പോൾ രാവിലെ 8 മണിയായി. അപ്പോഴേക്കും അൻവർ സാദത്തും VT ബലറാമും റോജി M. ജോണും അവിടെ കാത്തു നിൽപ്പുണ്ട്. ഇവരാരും മന്ത്രിസ്ഥാനം സ്ഥിരീകരിച്ചവരല്ല. പിന്നാലെ മറ്റ് നേതാക്കൾ വന്നു തുടങ്ങുന്നു. VD സതീശൻ പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി പുറത്തേക്കിറങ്ങുകയാണ്. അവിടെ കാത്തു നിന്നവരോട് പറഞ്ഞു, എല്ലാവരുടെയും പേര് പരിഗണനയിലുണ്ട്, നമുക്ക് നോക്കാം എന്ന് മാത്രം പറഞ്ഞു. വെളിയിലിറങ്ങുമ്പോഴത്തേക്കും അനൂപ് ജേക്കബ് വന്നു. താൻ ടേം വ്യവസ്ഥ അംഗീകരിക്കില്ല, തനിക്ക് മുഴുവൻ സമയം മന്ത്രിയാവണമെന്നാണ് അനൂപ് ജേക്കബിൻ്റെ ആവശ്യം. നോക്കാമെന്ന് പറഞ്ഞ് പോവുകയാണ്. നേരെ പോയത് ഇന്ദിരാഭവനിലേക്ക്. അവിടെ VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും KC വേണുഗോപാലിൻ്റെ പ്രതിനിധിയായ AP അനിൽകുമാറും UDF കൺവീനർ അടൂർ പ്രകാശും ഒപ്പം AICC നിരീക്ഷകയായ ദീപാദാസ് മുൻഷിയുമുണ്ട്. ഇവരെല്ലാം കൂടി പലതവണ ചർച്ച ചെയ്തു. ബാക്കി ആരൊക്കെയാണ്, ഈ 5 പേർ ആരൊക്കെയാണ് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. 7 പേരുടെ കാര്യത്തിൽ തീരുമാനത്തിൽ പ്രശ്നമില്ല. രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ തീരുമാനിച്ചു, K. മുരളീധരൻ തീരുമാനിച്ചു, AP അനിൽകുമാർ തീരുമാനിച്ചു, സണ്ണി ജോസഫ് തീരുമാനിച്ചു, PC വിഷ്ണുനാഥ് തീരുമാനിച്ചു, M. ലിജു തീരുമാനിച്ചു, ബിന്ദു കൃഷ്ണ തീരുമാനിച്ചു. M. ലിജുവും ബിന്ദു കൃഷ്ണയുമാണ് ജൂനിയറായി 7 പേരുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചത്. ഈഴവ സമുദായത്തിന് പ്രാതിനിധ്യം കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഈഴവ സമുദായത്തിൽ നിന്നും ജയിച്ചു വന്നിരിക്കുന്ന മുതിർന്ന നേതാവ് എന്ന നിലയിൽ M. ലിജുവും സ്ത്രീ എന്ന പരിഗണനയിൽ ബിന്ദു കൃഷ്ണയും മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. അങ്ങനെ 7 പേരായി. പിന്നെയുള്ള 4 പേരാണ്, 5 പേരിലെ 4 പേരാണ്. ഈ 4 പേർക്ക് 40 പേരുകളുണ്ടായി. അതിൽ പരിഗണിക്കേണ്ടത് മതമുണ്ട്, സമുദായമുണ്ട്, പ്രാദേശികവാദമുണ്ട്, ഗ്രൂപ്പുണ്ട്, സീനിയോറിറ്റിയുണ്ട്. ഒടുവിൽ സീനിയോറിറ്റിയും പ്രാദേശികവാദവും ഉപേക്ഷിച്ചു. ജാതിയും ഗ്രൂപ്പും മാത്രമായി പിന്നീടുള്ള പരിഗണന. അവിടെയാണ് അന്തിമ തീരുമാനം ഉണ്ടായപ്പോൾ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് മന്ത്രിമാരാകും എന്ന് കരുതപ്പെട്ടിരുന്ന VT ബലറാം, മാത്യു കുഴൽനാടൻ, ഷാനിമോൾ ഉസ്മാൻ, ചാണ്ടി ഉമ്മൻ, അൻവർ സാദത്ത്, VP സജീന്ദ്രൻ എന്നിവർ തഴയപ്പെട്ടത്. VP സജീന്ദ്രൻ്റെ പേര് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നില്ല. AP അനിൽകുമാർ ഉള്ളതുകൊണ്ട് തന്നെ 2ാമത്തെ പട്ടികജാതി പ്രതിനിധി എന്ന നിലയിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ 3ാം തവണയും ജയിച്ചു വരുന്ന VP സജീന്ദ്രനെ പൂർണ്ണമായും അവഗണിച്ചു. മാന്യന്മാരിൽ മാന്യനായ, സാത്വികരിൽ സാത്വികനായ ഒരു നേതാവാണ് VP സജീന്ദ്രൻ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഗോഡ് ഫാദർ ഇല്ലാതെ പോയി. അങ്ങനെ സജീന്ദ്രൻ ഒഴിവാക്കപ്പെട്ടു. AP അനിൽകുമാറിനെ ജനറൽ കാറ്റഗറിയിൽ പരിഗണിച്ചുകൊണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഒരാളെ തിരഞ്ഞെടുത്തപ്പോൾ IC ബാലകൃഷ്ണൻ പ്രതീക്ഷിച്ചത് പട്ടികവർഗക്കാരനായതുകൊണ്ട് പരിഗണിക്കപ്പെടുമെന്നാണ്. VP സജീന്ദ്രൻ ആദ്യം തന്നെ ഉപേക്ഷിക്കുന്നു. അപ്പോഴാണ് തുളസിയുടെ പേര് കടന്നു വരുന്നത്. തുളസി ആദ്യമായി ജയിക്കുന്നതാണ്. അടുത്ത തവണ ജയിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. കോങ്ങാടാണ്. തുളസിക്ക് ഗുണമായത് സ്ത്രീയാണ് എന്ന ഘടകവും പാലക്കാട് MP ശ്രീകണ്ഠൻ്റെ ഭാര്യയാണ് എന്ന ഘടകവുമാണ്. ശ്രീകണ്ഠനും KC വേണുഗോപാലും തമ്മിൽ വളരെ അടുപ്പത്തിലാണ്. അങ്ങനെയാണ് തുളസിക്ക് ഇടം പിടിക്കുന്നത്. ബാക്കി എല്ലാവരെയും വെട്ടി തുളസി മന്ത്രിയാവുന്നു. ക്രൈസ്തവ പ്രാതിനിധ്യം ഘടകകക്ഷികൾക്ക് ധാരാളമുണ്ടെങ്കിലും കോൺഗ്രസിന് വേണ്ടി ആഞ്ഞുകുത്തിയവർ എന്ന നിലയിൽ ഇന്നലെ എന്നോടൊരാൾ പറഞ്ഞത്, മുസ്ലിം സമൂഹത്തിന് ഒരു കാരണമുണ്ടായിരുന്നു UDFന് വോട്ട് ചെയ്യാൻ. വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും ആ കാരണം ഉണ്ടാക്കി കൊടുത്തു. എന്നാൽ
ക്രൈസ്തവ സമുദായത്തിന് അങ്ങനെ ഒരു കാരണമേ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവർ ആഞ്ഞുകുത്തി. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സമുദായത്തിൽ നിന്നും ഒരാളെ പരിഗണിക്കണം എന്ന ആവശ്യം ഉയർന്നു വരുന്നു. അവിടെയാണ് വിൻസെൻറ്റിൻ്റെ പേര് വരുന്നു, റോജി എം ജോണിൻ്റെ പേര് വരുന്നു, മാത്യു കുഴൽനാടൻ്റെ പേര് വരുന്നു. ഇവിടെ കെ സി വേണുഗോപാലനാണ് അപ്പർ ഹാൻഡ്. വിൻസെൻ്റ് കെ സിയുടെ ആളല്ല. അതുകൊണ്ട് തന്നെ വിൻസെൻ്റ് തഴയപ്പെടുകയാണ്. പിന്നീട് മാത്യു കുഴൽനാടൻ അല്ലെങ്കിൽ റോജി എം ജോൺ എന്ന് പരിഗണന വരുന്നു. മാത്യു കുഴൽനാടനായിരുന്നു മുൻഗണന. എന്നാൽ യാക്കോബായ സഭാംഗമായ അനൂപ് ജേക്കബ് മന്ത്രിസഭയിലുണ്ട്. അനൂപ് ജേക്കബ് ഉള്ളപ്പോൾ രണ്ടാമതൊരു യാക്കോബായ സഭാംഗം കൂടി വരുന്നത് സമുദായ ഇക്വേഷനെ ബാധിക്കും. ഓർത്തഡോക്സ് സഭയിൽ ഒരാളെ പോലും മന്ത്രിയാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ചാണ്ടിയുമ്മൻ്റെ പേര് സജീവമായി പരിഗണിച്ചിരുന്ന ഓർത്തഡോക്സ് സഭയിൽ നിന്ന് മറ്റാരുമില്ലാത്തത് കൊണ്ടാണ്. ചാണ്ടിയുമ്മൻ ലിസ്റ്റിലുണ്ടായിരുന്നു. അദൃശ്യമായ കാരണത്താൽ ചാണ്ടിയുമ്മൻ തഴയപ്പെടുകയാണ്. ഒരുപക്ഷെ ഓർത്തഡോക്സ് സഭ ചാണ്ടിയുമ്മന് വേണ്ടി ശക്തമായി ശബ്ദമുയർത്തി കാണില്ല, അല്ലെങ്കിൽ ചാണ്ടിയുമ്മൻ ആരുടെയും കാലെ പിടിച്ച് ലോബി ചെയ്യാൻ പോയി കാണില്ല. ഓർത്തഡോക്സ് സഭാംഗമാണ്, ഉമ്മൻചാണ്ടിയുടെ മകനാണ്. വ്യത്യസ്തമായ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിന് വഴികാട്ടിയ ആളാണ്. അതുകൊണ്ട് കിട്ടിയേക്കുമെന്ന് കരുതി കാണാം. ഒരു ഗോഡ് ഫാദർ ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ചാണ്ടിയുമ്മൻ തഴയപ്പെടുന്നു. മാത്യു കുഴൽനാടനെ പരിഗണിക്കാൻ തീരുമാനിക്കുന്നു. കാരണം കെ സി വേണുഗോപാലിന് ടീം മാനേജരെ പോലെ തന്നെ പ്രവർത്തിച്ച ആളാണ് മാത്യു കുഴൽനാടൻ. പക്ഷേ കുഴൽനാടിന് നേരിട്ട പ്രശ്നം യാക്കോബായ സമുദായ അംഗമാണ് എന്നതാണ്. യാക്കോബായക്കാരനായ അനൂപ് ജേക്കബ് ഉണ്ട്. അതുകൊണ്ട് ഒരു ഫോർമുല മുമ്പോട്ട് വെച്ചു. അനൂപ് ജേക്കബും മാനസി കാപ്പനും തമ്മിലുള്ള മന്ത്രിസ്ഥാനം പങ്കിടലിൽ അനൂപ് ജേക്കബിന് 2ാം ടേം കൊടുക്കുക, ആദ്യ ടേം മാനസി കാപ്പന് കൊടുക്കുക. അങ്ങനെയെങ്കിൽ ക്രൈസ്തവ സഭയിൽ നിന്ന് ഒരാൾ കൂടി വരും. മാനസി കാപ്പൻ സീറോ മലബാർ സഭക്കാരനാണ്. യാക്കോബായക്കാരൻ എന്ന നിലയിൽ മാത്യു കുഴൽനാടന് കയറാം. പക്ഷേ അനൂപ് ജേക്കബ് ഒരു തരത്തിലും വഴങ്ങിയില്ല. താൻ മന്ത്രിയായേ മതിയാവൂ, അല്ലെങ്കിൽ താൻ രാജിവെക്കുമെന്ന് വരെ ഭീഷണിപ്പെടുത്തി. ആ പ്രതിസന്ധി പരിഹരിച്ച് അനൂപ് ജേക്കബിന് മന്ത്രിസ്ഥാനം കൊടുത്തപ്പോൾ മാത്യു കുഴൽനാടന് വെട്ടപ്പെട്ടു. മാത്യു കുഴൽനാടനെ മനഃപൂർവ്വം വെട്ടിയതല്ല. മാത്യു കുഴൽനാടൻ ഈ പ്രത്യേക സാഹചര്യത്തിൽ വെട്ടപ്പെട്ടതാണ്. ഇതാണ് റോജി എം ജോണിന് ഗുണമായതും റോജി എം ജോൺ മന്ത്രിയാവുന്നതും. കാരണം സണ്ണി ജോസഫിന് ശേഷം ക്രൈസ്തവ സഭയിൽ നിന്ന് ഒരാൾ കൂടി കോൺഗ്രസിൽ വേണം എന്ന വാദത്തിൽ റോജി എം ജോണിന് നറുക്കു വീഴുകയാണ്. പിന്നെ അടുത്ത ചർച്ച സാമുദായിക പരിഗണന വെച്ച് ഈഴവ സമുദായത്തിന് ഒരാൾ കൂടി മന്ത്രി വേണമെന്നതാണ്. ഈഴവ സമുദായം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അകന്നകന്ന് പോയിരിക്കുകയാണ്. ഇക്കുറിയാണ് ഭേദപ്പെട്ട തരത്തിൽ വോട്ട് ചെയ്തത്. ഈഴവ സമുദായത്തിൻ്റെ പൊതു വോട്ട് CPM-നാണ്. വെള്ളാപ്പള്ളി നടേശൻ CPM-ന് വേണ്ടി ക്യാമ്പയിൻ നടത്തി. ബാക്കി വെള്ളാപ്പള്ളിയുടെ മകനും വെള്ളാപ്പള്ളിയുടെ ഭാര്യയും BJP-ക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തി. കോൺഗ്രസിനോ UDF-നോ ഈഴവ സമുദായം പിന്തുണയ്ക്കുന്നില്ല. മാത്രമല്ല ഈഴവ സമുദായത്തിൽ നിന്നും അടൂർ പ്രകാശിനും K ബാബുവിനും ശേഷം അറിയപ്പെടുന്ന ഒരു നേതാവ് കോൺഗ്രസ് പാർട്ടിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ലിജുവിനും ബിന്ദു കൃഷ്ണയ്ക്കും തർക്കമില്ലാതെ തന്നെ നറുക്കു വീണത്. എന്നാൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ 3ാമതൊരു മന്ത്രിസ്ഥാനം കൂടി കൊടുക്കണമെന്ന വാദമുയർന്നു. അങ്ങനെ എല്ലാവരുടെയും പേര് പരിഗണിച്ചു. അവസാനമെത്തി 3 പേരുകൾ. ഒന്ന് കോഴിക്കോട് ജയന്തിൻ്റെയും ഉടുമ്പൻചോലിലെ സേനാപതി വേണുവിൻ്റെയും OJ ജനീഷിൻ്റെയുമാണ്. OJ ജനീഷ് വളരെ ജൂനിയറാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാണ്. ആദ്യമായി MLA ആയാളാണ്. പക്ഷേ ജയന്തിൻ്റെ കാര്യത്തിൽ തർക്കമുണ്ടായി. ജയന്തിൻ്റെ കാര്യത്തിൽ VD സതീശന് എതിർത്തു എന്നാണ് KC-യുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. വാസ്തവം എന്താണെന്ന് അറിയില്ല. ജയന്തായിരുന്നു പരിഗണിക്കപ്പെട്ടിരുന്ന 3ാമൻ. പക്ഷേ അപ്രതീക്ഷിതമായി ജനീഷിന് നറുക്കു വീണു. ജനീഷിന് ഗുണം ചെയ്തത് KC-യുടെ സ്വന്തം പ്രതിനിധി എന്ന നിലയിലാണ്. വാസ്തവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചപ്പോൾ അബിൻ വർക്കിയായിരുന്നു ആവേണ്ടിയിരുന്ന. അബിനായിരുന്നു 2ാമൻ. അതായത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ 2ാമൻ അബിൻ വർക്കിയായിരുന്നു. എന്നാൽ KC-യുടെ സ്ഥാനാർത്ഥിയായ OJ ജനീഷിനായിരുന്നു നറുക്ക് വീണത്. ആ നറുക്ക് തുടരുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി, സീറ്റ് കിട്ടി, ജയിച്ചു, ഇപ്പോൾ മന്ത്രിയുമായി. മന്ത്രിസഭയിലെ പയ്യനായി OJ ജനീഷും എത്തുകയാണ്. ഏറ്റവും കാര്യക്ഷമമായ ഇടപെടൽ കഴിഞ്ഞ കുറേ കാലമായി നടത്തുന്ന ആളുകൾ തീർച്ചയായും മന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് VT ബൽറാം. VT ബൽറാമിൻ്റെ ദോഷമായത് അദ്ദേഹത്തിൻ്റെ ജാതിയാണ്. വലിയൊരു നായർ ഡോമിനൻസ് കോൺഗ്രസ് പാർട്ടിയിൽ മറ്റ് പാർട്ടികളിൽ പോലുണ്ട്. 5 നായന്മാരെ ഇതിനോടകം എടുത്തു കഴിഞ്ഞു. അത് തന്നെ കൂടുതലാണെന്ന് ആരോപണമുണ്ട്. അപ്പോൾ മറ്റൊരു സവർണ ജാതിക്കാരനെ എടുക്കുക പ്രയാസമാണ്. നായർ ഡോമിനൻസ് ഉള്ളതുകൊണ്ട്, സവർണ ഹിന്ദു ഡോമിനൻസ് ഉള്ളതുകൊണ്ട് തന്നെ മറ്റൊരു സവർണ ഹിന്ദുവിനെ എടുക്കുക പ്രയാസമാണ്. പലരും പറയുന്നുണ്ട് ആ 10 രൂപ മുടക്കാൻ തയ്യാറായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മന്ത്രിയാകുമായിരുന്നു. ഇല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിക്കലും മന്ത്രിയാകുമായിരുന്നില്ല. വിവാദമല്ല MLA ആണെങ്കിലും. കാരണം രാഹുൽ മാങ്കൂട്ടം നായർ സമുദായത്തിൽപ്പെട്ട ആളാണ്. നായർ സമുദായത്തിൽപ്പെട്ടവർക്ക് ഒരുപാട് തള്ളിക്കയറ്റമുള്ളത് കൊണ്ട് തന്നെ സാധ്യമല്ല. മുന്നോക്ക ജാതിക്കാരൻ എന്ന പ്രശ്നമാണ് VT ബൽറാമിനെ വെട്ടാൻ കാരണമായത്. മാത്രമല്ല VT ബൽറാം VD സതീശനോട് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച ആളാണ്. ഇത് തന്നെയാണ് അൻവർ സാദത്തിന് പറ്റിയത്. അൻവർ സാദത്ത് മുസ്ലിം ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് മന്ത്രിയാവാൻ കഴിയാതെ പോയത്. അൻവർ സാദത്ത് ദീർഘകാലമായി MLA ആണ്, സൗമ്യനാണ്. അൻവർ സാദത്ത് രമേശ് ചെന്നിത്തലയോട് അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. ഒരു മുസ്ലിമിനെ മാത്രമേ മന്ത്രിയായി എടുക്കാൻ പറ്റൂ. മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരുണ്ട്. അതേസമയം 3 പേരെ പരിഗണിക്കാം. 3 പേർക്ക് അർഹതയുണ്ട്. T സിദ്ദിഖിന് അർഹതയുണ്ട്, അൻവർ സാദത്തിന് അർഹതയുണ്ട്, ഷാനിമോൾ ഉസ്മാൻ അർഹതയുണ്ട്. ഷാനിമോൾ സ്ത്രീ കൂടി ആയതുകൊണ്ട് ഡെപ്യൂട്ടി സ്പീക്കറാക്കി ഒരു വിധത്തിൽ പരിഹരിച്ചു. അൻവർ സാദത്ത് വേണോ T സിദ്ദിഖ് വേണോ എന്ന് തർക്കമുണ്ടായി. സിദ്ദിഖാണ് KC പക്ഷക്കാരൻ. സിദ്ദിഖ് വയനാടുകാരനാണ്. പ്രിയങ്ക ഗാന്ധിക്ക് താല്പര്യമുള്ള ആളാണ്. ഈ ഘടകങ്ങളെല്ലാം സിദ്ദിഖിന് വന്നപ്പോൾ സിദ്ദിഖിന് നറുക്കു വീണു.
അൻവർ സാദത്ത് പുറത്തായി. ഇങ്ങനെയാണ് ഒരു വിധത്തിൽ ജാതിയും മതവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് മന്ത്രിസ്ഥാനത്തിൻ്റെ അവസാന തീരുമാനത്തിലേക്ക് എത്തിയത്. ഏറ്റവും അധികം നിരാശനായിരിക്കുന്നത് ചാണ്ടിയുമ്മനും VT ബൽറാമും അൻവർ സാദത്തുമായിരിക്കും. VT ബൽറാം അപ്പോൾ തന്നെ തൃത്താലയുടെ MLA എന്ന് പറഞ്ഞ് സ്വന്തം ഫോട്ടോ ഫേസ്ബുക്കിലിട്ടു. ആയിരക്കണക്കിന് പേരാണ് ലൈക്ക് ചെയ്യുന്നത്. വലിയ കയ്യടിയാണ് VT ബൽറാമിന് കിട്ടുന്നത്, വലിയ പിന്തുണയാണ് ബൽറാമിന് കിട്ടുന്നത്.